ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട വിഭവമാണ് കേട്ടോ ബീഫ്. അപ്പോൾ നമുക്ക് ബീഫ് വെച്ചിട്ടൊരു ടേസ്റ്റി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോഴല്ലേ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നല്ല നല്ല ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഹലോ എവ്രി വൺ, ഞാൻ ദീപ രാജേഷ്. വെൽക്കം ടു ദ വീഡിയോ. അപ്പം നമ്മളിന്ന് ബീഫ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 2 തണ്ട് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം കഷ്ണത്തിലേക്ക്. എന്നിട്ട് അതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ അതിലേക്ക് നല്ലപോലെ പിടിക്കും കഷ്ണത്തിലേക്ക്. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു കുക്കറിലിട്ടിട്ട് 4-5 വിസിൽ കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. 5 വിസിൽ കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ വേകും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 3-4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് 1 സ്പൂണ് കടുക് ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് തേങ്ങാക്കൊത്താണ് ഇടേണ്ടത്. തേങ്ങാക്കൊത്ത് ഇട്ട് നല്ലപോലെ വഴറ്റണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ കറിവേപ്പില ഈ തേങ്ങ വഴറ്റുമ്പോൾ തന്നെ ഇടുമ്പോഴുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാക്കൊത്തിന് കറിവേപ്പിലയുടെ ഒരു മണം കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, കറിവേപ്പിലയുടെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല രസമായിരിക്കും കഴിക്കാൻ. എന്നിട്ട് അത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇടാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ ഞാനൊരു 4-5 കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ കാന്താരി ഇട്ടിട്ട് ഒരു കളിയില്ല. അപ്പം നമ്മൾ കാന്താരിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പം ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കുക. അതായത് അറിയാമല്ലോ, നല്ലൊന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. എന്നിട്ട് നമുക്കിനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് അതിന് പിന്നെ ഗരം മസാലയുടെ ഒരു ഇത് വേണമല്ലോ. അപ്പം നമുക്കൊരു 1/2 സ്പൂണ് ഗരം മസാലയും 2 ഫുള്ള് ടേബിൾ സ്പൂണ് മീറ്റ് മസാലയും കൂടി ചേർക്കണം. എന്നിട്ട് അത് നല്ല വഴറ്റിയെടുക്കണം. ചെറുതായിട്ടുള്ള ഇതിൽ വെച്ചിട്ട് നല്ല പോലെ അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പൊടികൾ മൂത്ത മണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊടികൾ വെന്തു എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ, ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പിന്നെ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പിന്നെ ഈ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ആ ബീഫ് സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഗ്രേവി നല്ലപോലെ വേകുന്നിടം വരെ ഈ തക്കാളിയും ഗ്രേവിയും എല്ലാം കൂടി നല്ലപോലെ വേകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നല്ല വേവിച്ചെടുക്കുക. ഇപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. നിങ്ങൾ വേറെ പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്നിട്ട് ഇത് തിളപ്പിക്കും. നമുക്ക് ആ ചാറ് കുറുകിയിട്ട് എണ്ണയൊക്കെ ഉണ്ടാവും. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഏകദേശം ഇപ്പം കഷ്ണങ്ങൾ ചേർക്കാനുള്ള പാകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കറിയുടെ ഏകദേശം ലെവൽ എന്താണെന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1.5 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. 5 വിസിൽ വേണമെന്നില്ല, 4 വിസിൽ മതി.
പിന്നെ ഒത്തിരി കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് 5 വിസിൽ വയ്ക്കാം. എന്നിട്ട് നല്ല തീ കൂട്ടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ അത് നല്ല പോലെ ഇളക്കി നല്ല മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി മസാലയും കഷ്ണവും എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ട് വേവിക്കണമല്ലോ. അപ്പം നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ കഷ്ണത്തിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഇത് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് അത് നോക്കാം. പിന്നെ ഈ ബീഫ് കറി എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ടുപിടുത്താണ് കേട്ടോ. അതായത് സാധാരണ ബീഫ് കറി വെക്കുന്ന പോലത്തെ ബീഫ് അല്ല അത്. ഇതെൻ്റെ ഹസ്ബൻഡ് കണ്ടുപിടിച്ചതാണ്. എപ്പോഴും ബീഫ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തി ഇതിങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 300 ഗ്രാം പിന്നെ ചെറിയുള്ളി ചേർക്കണം. ചെറിയുള്ളി 3-4 പീസായിട്ട് അരിഞ്ഞിട്ട് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ചെറിയുള്ളി ചേർത്തിട്ട് നല്ലപോലെ നമുക്കത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇനി ഒത്തിരി കൂടുതൽ വേവിക്കണ്ട. ഈ ഉള്ളി ഒന്നിങ്ങനെ ഉള്ളിയുടെ മറ്റേ കടിക്കുമ്പോഴുള്ള പച്ച അതില്ലേ, അത് ഒന്നിങ്ങനെ ഉള്ളി വെന്ത് കിട്ടിയാൽ മതി. അതുവരെ വേവിച്ചാൽ മതി. അപ്പം നമുക്ക് ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ഉള്ളി വേകുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ടേസ്റ്റ് ബഡ്സും കൂടി ചേർക്കാൻ പോവാണ്. അപ്പം ഇതിലേക്ക് ഒരു ഫുൾ ടീസ്പൂണ് പെരുംജീരകപ്പൊടി ചേർക്കണം. അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചേർത്താൽ മതി. ഫുള്ളായിട്ടൊരു ടീസ്പൂണ് പെരുംജീരകപ്പൊടി ചേർക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ചെറുതീയിൽ വെച്ചിട്ട് അതങ്ങനെ പിന്നെ ഈ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം കേട്ടോ. പൊറോട്ട, ചപ്പാത്തി, പത്തിരി, ദോശ, ചോറ് എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് പെപ്പർ പൊടി ചേർക്കണം. കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു ഫുള്ള് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർക്കാം. ഒരു കൈ നിറച്ച് മല്ലിയില ചേർത്തോളൂ കേട്ടോ. മല്ലിയിലയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഈ നോൺ വെജിന് നല്ല ടേസ്റ്റ് കൂടുക. മല്ലിയില പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, പക്ഷേ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ചേർക്കാം. പിന്നെ നമുക്കിത് ഇനി ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറുതീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിതിന് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ മുമ്പേ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനി നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.